അപ്പൊ നമ്മൾ ഒരു സഭയിലായാലും ഒരു സമൂഹത്തിലായാലും നമുക്ക് ഈ നമ്മുടെ സഹജീവിയോട് വെറുപ്പും വൈരാഗ്യം വെച്ച് അവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതോടൊപ്പം ദൈവത്തെ വെറുത്ത് ദൈവത്തിൽ നിന്നാകുന്ന ദൈവത്തോട് പ്രാർത്ഥനയില്ല, ദൈവത്തോട് ആത്മീയമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമുക്ക് നമ്മുടെ സഹജീവിയുമായിട്ടുള്ള ബന്ധവും നിലനിർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ഓരോന്നിനെ കാണുമ്പോഴും ഇതിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗീയ രഹസ്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പങ്കുവെച്ചൊരു കാര്യമാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന ആ ഭവനം, അതിന്റെ നിർമ്മിതിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായിട്ട് കെട്ടുകയാണെങ്കിൽ ആ നിർമ്മിതിക്ക് ബലം കുറയും. എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്നാൽ ആ ഭിത്തി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കല്ലുകളെല്ലാം പരസ്പരം ലോക്ക് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് സിമന്റ്, മണല്, ജലം ഇത് ആനുപാതികമായി മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കി അത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് കോരി വെച്ചിട്ടാണ് ഓരോ കല്ലും വെക്കുന്നത്. അപ്പോൾ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കുടുംബത്തെയാണ്. നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, അല്ലെങ്കിൽ വല്യമ്മ, സഹോദരങ്ങൾ, ഇവരെല്ലാം കൂടെ കൂടുന്ന ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇവർക്ക് പരസ്പരം ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബം നിലനിൽക്കും ഒരിക്കലുമില്ല. ഇവയെല്ലാം പരസ്പരം ലോക്ക് ചെയ്താണ് ദൈവം കെട്ടിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ മണല്, സിമന്റ്, വെള്ളം എന്ന് പറയുന്നത് അത് ത്രിത്വമാകുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിന്റെ ബലം കുറയും. മനസ്സിലായോ? അതോടൊപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോ ഒരു വാഹനം, ഇതില് ഒരു ടയറിൽ കാറ്റില്ലാതിരുന്നു കഴിഞ്ഞാൽ ആ വാഹനം മുന്നോട്ട് പോകും. ആ വാഹനം മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുക? ഇനി അതോ കൊണ്ടായാലും ആ ടയർ ബാക്കി കൂടെ കത്തി തീർന്നു പോകും. രണ്ടാമത് സ്പീഡ് കിട്ടത്തില്ല. കുറച്ച് ദൂരം പോവുള്ളൂ. ആ അത്രയും ദൂരം പോലും സ്പീഡ് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതെന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മുടെ കുടുംബത്തില് ഭാര്യയും ഭർത്താവും മക്കളും ഇവരെല്ലാവരും ഏക മനസ്സോടുകൂടി ദൈവകൃപയിലായിരുന്നാൽ മാത്രമേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ ആ കുടുംബം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നോക്കിയാലും അതിലൊരു ദൈവിക ചൈതന്യമുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്കതിൽ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ധ്യാനത്തിനായിട്ട് ഞാൻ വെക്കുന്ന ഈ ഒരു എളിയ ചിന്ത, നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നതിൽ ഒരു അദ്വൈത സിദ്ധാന്തമുണ്ട്. ആ അദ്വൈത സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ സത്ത എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്.